എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. യെസ്, നമുക്ക് ഇത്തവണ കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. കൂടുതൽ ടൈം ഒന്നും കളയുന്നില്ല, അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്ട്. അതായത് പറയാം, നിങ്ങൾക്ക് പലർക്കും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അതിനകത്ത് ജോയിൻ ചെയ്തിനാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരിക്കലും നമ്മുടെ ഒരു വീഡിയോയുടെയും അപ്ഡേറ്റ് കിട്ടാതിരിക്കില്ല. സോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. സോ ഈ ഇടയ്ക്ക് നമ്മുടെ ബുക്ക് മൈ ഷോയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അവരുടെ സെർവറിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. എംപുരാൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് മൊത്തത്തോടെ ക്രാഷ് ചെയ്തു എന്നുള്ളൊരു കാര്യം റീസെൻ്റ്ലി അവരുടെ ബുക്ക് മൈ ഷോയിൽ നിന്ന് ഒഫീഷ്യലായിട്ടും കൂടി ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ എക്സൈറ്റിംഗ് തന്നെയാണ്. കാരണം എനിക്ക് കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബാക്കി. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ആ ഒരു കാര്യം, ടിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. സ്നോ വൈറ്റിൻ്റെ ലൈവ് അഡാപ്റ്റേഷൻ ഈ ഇടയ്ക്ക് ഡിസ്നിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് നമുക്ക് അതിൻ്റെ ബോക്സ് ഓഫീസിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്നോ വൈറ്റ്. അത് വലിയൊരു, നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയാണ്. സോ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ സിഡ്നി സ്വീനിയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് റീസെൻ്റ്ലി റെഡിറ്റിനകത്ത് സിഡ്നി സ്വീനി ഒരു ടീച്ചറായിട്ട് വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് WB ഇപ്പോൾ ഒരു ഫുൾ ഫീച്ചേർഡ് ആയിട്ടുള്ളൊരു ഫിലിം ആക്കി മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന് മുമ്പ് തന്നെ അവർക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഗോൺ ഗേൾ പോലത്തെ സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു സ്റ്റോറി ആക്കാനാണ് അവരെന്താണെങ്കിലും പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത് എറിക് റോത്തും കൂടിയാണെന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇത് നമുക്ക് നേരെ നമ്മുടെ ഡിസ്നി പിക്സാറിൻ്റെ സിനിമയായിട്ടുള്ള കൊക്കോ നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ഉള്ളൊരു സിനിമയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ആ ഒരു കൊക്കോയുടെ ഒരു സീക്വൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2029 കൊക്കോയുടെ സീക്വൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ഡിസ്നിയുടെയും പിക്സാറിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. A24 പുതിയ സിനിമയായിട്ടുള്ള മെറ്റീരിയലിസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ഇതിനെ പ്രത്യേകതയാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയ്ക്കകത്ത് ക്യാപ്റ്റൻ അമേരിക്കയും മിസ്റ്റർ ഫെന്റാസ്റ്റിക്കും ഇതൊന്നും കൂടാഞ്ഞിട്ട് നമുക്ക് മാഡം വെബിനെയും കൂടി കാണാൻ കഴിയുന്നുണ്ട്. യെസ്, ഡെക്കോട്ട ജോൺസൺ, പീഡ്രോ പാസ്കൽ, ക്രിസ് ഇവാൻസും കൂടിയാണ് ഈ ഒരു സിനിമയുടെ മേജർ കാസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് A24 പറയുന്ന ഇതൊരു റൊമാൻറ്റിക് കോമഡി ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് സിനിമ ഇറങ്ങിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇനി ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞാൽ DC യൂണിവേഴ്സിലെ പുതിയ വരാൻ പോണ ബാറ്റ്മാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലത്തെ ബാറ്റ്മാൻ ആയിരിക്കില്ല. അതായത് ഡാർക്ക് ടോണ്, ബ്രൂട്ടൽ ആയിട്ടുള്ള ബാറ്റ്മാൻ അതൊന്നും ആയിരിക്കില്ല. ഇത് കുറച്ചും കൂടി ലൈറ്റർ ടോണിലുള്ളൊരു ബാറ്റ്മാൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം നല്ല കാര്യമാണെന്ന് എനിക്കറിയില്ല. കാരണം ബാറ്റ്മാൻ എന്നുള്ളൊരു രീതിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പുള്ളിക്കാനെ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്നത്. ഐ ആം വെഞ്ചൻസ്, ഐ ആം ബാറ്റ്മാൻ. സോ അത് ജെയിംസ് ഗണ്ണ് ഏതൊരു രീതിയിലേക്ക് ഞാൻ ആക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എന്താണെങ്കിലും അറിയില്ല. സോ ഇതാണ് എന്താണെങ്കിലും ജെയിംസ് ഗൺ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2022 നമുക്ക് സത്യം പറഞ്ഞാൽ വാർണർ ബ്രോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബാഡ് ഗേളിൻ്റെ സിനിമ നമുക്ക് ലഭിക്കേണ്ടത് തന്നെയായിരുന്നു. ആൻഡ് ബ്രണ്ടൻ ഫേസർ അതിനകത്ത് ഫയർഫ്ലൈയുടെ ക്യാരക്ടറിനെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി അതിനുശേഷം ആ ഒരു സിനിമ അവർ മൊത്തത്തോടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആ സിനിമ തീർന്നു കഴിഞ്ഞിട്ട്. ആൻഡ് റീസെൻ്റ്ലി ആ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ സീക്വൻസ് കുറച്ച് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് ട്വിറ്ററിനകത്തൊക്കെ ഭയങ്കര രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര എല്ലാവർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇമേജ് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതവർ ചെയ്ത നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു സിനിമ വരേണ്ടത് തന്നെയായിരുന്നു. അത് ഇനിയിപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് സ്നൈഡർ കട്ട് ഇറക്കിയതുപോലെ ബാഡ് ഗേളിൻ്റെ പുതിയൊരു റിലീസ് ബാഡ് ഗേൾ എന്ന് പറഞ്ഞ പുതിയ ഹാഷ്ടാഗൊക്കെ ഉണ്ടാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു ആ ഒരു വീഡിയോ. ആൻഡ് അതിനകത്ത് അവർ ചെയ്ത കോറിയോഗ്രാഫി വൺ പോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. അതായത് ഇനീഷ്യലി മാർവല് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുക തന്നെയായിരുന്നു. കാരണം അവർ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്ന സീക്രട്ട് വാർസ് മാത്രമായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു കാങ് ഡൈനാസ്റ്റി അവർ വെച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഫൈനലി നമുക്കറിയാം കാങ് ഡൈനാസ്റ്റി എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിനുശേഷം ഇതിൻ്റെ സ്ക്രീൻ റൈറ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ രണ്ടാമത് റീപിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നും കൂടി സ്ക്രിപ്റ്റ് ശരിയാക്കിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ RDJ ഡോക്ടർ ഡൂമായിട്ട് കാസ്റ്റ് ചെയ്തതും ജോണതൻ മേജേഴ്സിൻ്റെ ആ ഒരു ഇഷ്യൂവും കൂടി കഴിഞ്ഞിട്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഡൂംസ്ഡേ എന്ന് പറഞ്ഞ സിനിമ അവർ രണ്ടാമത് വേണ്ടെന്ന് വച്ചിട്ടും അവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം തന്നെ. ആൻഡ് ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇനീഷ്യലി അവരുടെ സ്ലേറ്റ് ഇല്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു അവർ രണ്ടാമത്, അതായത്
ആഡ് ഓൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം സീക്രട്ട് വേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിലിം അവരെന്താണെങ്കിലും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ആസ് എ സ്ക്രീൻ റൈറ്റർ സ്റ്റീഫൻ നല്ലൊരു പിച്ചിങ് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുന്നത്. സോ നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു സ്റ്റോറിയും നമുക്ക് ലഭിക്കുന്നൊരു കാര്യം. ഇനി ഈ ആഴ്ചയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് അത് മറ്റൊന്നുമല്ല, റയാൻ റെനോൾഡ്സിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 2017 റയാൻ റെനോൾഡ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് റയാൻ റെനോൾഡ്സ് മാത്രമല്ല, ആ സിനിമയ്ക്ക് അത് ജെയ്ക്ക് ജില്ലൻ ഹാള്, റെബേക്ക ഫെഗുസൺ ഒക്കെ ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞ ഒരു സൈഫൈ സിനിമ കൂടി തന്നെയായിരുന്നു. കുറേ ആസ്ട്രോനോട്ട് ചേർന്ന് സ്പേസിൽ പോകുന്നു, അവിടെ വെച്ചിട്ടൊരു ഏലിയൻ കണ്ടുപിടിക്കുന്നു. ആൻഡ് അവർ ഏലിയൻ മൊത്തത്തോടെ എന്താ പറയുക എല്ലാവരെയും കൊല്ലുന്നു. ഫൈനലി അവർ എർത്തിൽ വരുന്നു. ആൻഡ് റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് എന്താ പറയണ്ട, റയാൻ റെനോൾഡ്സ് പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, അതായത് ഞങ്ങളാണ് വെനം സിനിമയുടെ പ്രീക്വൽ എന്നുള്ളൊരു കാര്യം. യെസ്, അത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2007 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ 3 ഒരു സീൻ ഉണ്ടായിരുന്നു. പീറ്റർ പാർക്കർ നോക്കുമ്പോഴത്തേക്കും പൊക്കത്തുനിന്നൊരു കോമിറ്റ് പോലത്തെ ഒരു സാധനം പോകുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് അതിന് ശേഷമായിരുന്നു വെനം സിംബിയോട്ടായിട്ട് മെർജ് ആകുന്നല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതേ ഒരു സെയിം സീൻ തന്നെ നമുക്ക് എന്താണ് ഈ ലൈഫ് സിനിമയ്ക്കകത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ ഒരു സിനിമയുടെ എൻഡിങ്, സ്പോയിലർ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഒരു വെറൈറ്റി എൻഡിങ് ആണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോസിറ്റീവ് അല്ല. അത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം, എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അത് വെനമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന്. ഇനി ഇതൊന്നും രീതിയിൽ ഇത് കണക്ട് ആയില്ലെങ്കിലും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ലൈഫ് സിനിമയും ചെയ്തത് സോണി തന്നെയാണ്. സോണി മെസ്സി എത്തിയല്ലോ, ഇനി കൂടുതൽ ഞാൻ കാര്യം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ചുമ്മാ അല്ല റയാൻ റെനോൾഡ്സ് പറഞ്ഞത്, കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് വെനം സിനിമയുടെ പ്രീക്വൽ എന്നുള്ളൊരു കാര്യം തന്നെ. സോ നിങ്ങൾ ലൈഫ് സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടതിന് ശേഷം വന്നിട്ട് പറ ഇത് വെനമായിട്ട് കണക്ട് ആവുന്നുണ്ടോ ഇല്ലയോ. സോ ഇനി ചെറിയൊരു കാര്യം, ടേക്ക് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ച് ഉപ്പെടുത്ത് വായിട്ടിട്ട് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ന്യൂസ് കേൾക്കുക. കാരണം എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ 4 വില്ലൻ്റെ ഏകദേശം ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് വില്ലൻ മിക്കവാറും ബ്ലാക്ക് ക്യാറ്റ് ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് സിനിമ കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. അതായത് എന്താണെങ്കിലും MJയും നെഡും ഒക്കെ സ്പൈഡർമാനെ മറന്നുപോയി. സോ ബ്ലാക്ക് ക്യാറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്കറിയാം, സേഡി സിംഗിൻ്റെ ക്യാരക്ടർ ആയിരിക്കാം ബ്ലാക്ക് ക്യാറ്റിനെ പ്ലേ ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് ബ്ലാക്ക് ക്യാറ്റ് ഒരു ലവ് ഇൻട്രസ്റ്റ് കൂടി തന്നെയാണ് പീറ്റർ പാർക്കറിൻ്റെ. സോ അത് കൂടാതെ തന്നെ ബ്ലാക്ക് ക്യാറ്റ് സത്യം പറഞ്ഞ ഒരു ആൻറ്റി ഹീറോയും കൂടി തന്നെയാണ്. സോ ആ ഒരു ആൻറ്റി ഹീറോയെ അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഒരു വില്ലനാക്കി മാറ്റാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സോണിയുടെ ഗ്രാൻഡ് പെർസ്പെക്റ്റീവിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടഡ് സ്റ്റോറിയിലേക്ക് ആയിരിക്കും ഇത് പോകാൻ പോകുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ ടേക്ക് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളൊരു കാര്യം, കുറച്ച് ഉപ്പ്. സോ എന്താണെങ്കിൽ നമുക്കറിയില്ല, ഈ ഒരു ചെറിയ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മെയിൻ വില്ലൻ മിക്കവാറും ബ്ലാക്ക് ക്യാറ്റ് ആയിരിക്കുമെന്ന്. അത് വൻ ശോകമാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചത്തുള്ള ന്യൂസ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റയാൻ റെനോൾഡ്സിൻ്റെ ഒരു ന്യൂസാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.